ഹേ ഗായ്സ്, തകർക്കാനും പൊളിക്കാനും വേണ്ടി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ നമ്മളെ സുഹൃത്തിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവനൊന്ന് വിളിക്കട്ടെ, ഒന്ന് ഓണടിക്കട്ടെ. ഇവിടെ വരുന്നേ ഞാൻ വരുന്ന ഇപ്പം നേരത്തെ വന്നാ വരുന്നടാ, നീ ഓണടിച്ചു കൊടുക്കണ്ട വരുന്നു. അപ്പോൾ ഇവനെ കൂട്ടിയിട്ടുണ്ട്, നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാം. എടാ പിന്നെയില്ല, എനിക്ക് എന്നോട് കാര്യമുണ്ട്. നമ്മളെ എയർപോർട്ടിനെടുക്കാൻ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒരു റേഞ്ചർ റോവർ കാർ വന്നിട്ടുണ്ട്. അത് നീ അങ്ങ് എടുത്തോ. എടാ എവിടെയുള്ള സ്ഥലം എവിടെയാണ്? എന്നാൽ നീ എങ്ങനെയാണെന്ന് ഫുള്ള് എടുക്കേണ്ടതെന്നെല്ലാം എനിക്ക് പറഞ്ഞാൽ, എങ്ങനെയാണെന്ന് ഞാൻ അവിടെ പോകേണ്ടതെന്നെല്ലാം പറഞ്ഞാൽ. ഓക്കെ എടാ, നീ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അവിടെ പോയി എടുക്കുന്നുണ്ട്. രാത്രി അങ്ങ് പോകാമല്ലോ എന്നാൽ. അപ്പോൾ കഴിച്ച് നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവനൊന്ന് ആക്കട്ടെ. നോക്കടാ, ശരി. ഞാൻ ട്രെയിനിൽ വന്നിട്ടുണ്ടെന്നാൽ ഞാൻ പോട്ടെ. ഓണർ പറഞ്ഞിടത്തിലോട് മനസ്സിലായിരുന്നു നമ്മൾ ആർക്കറിയാം. അപ്പോൾ കഴിച്ചിട്ട് അവൻ്റെ വണ്ടി ഇതാ വിട്ടിട്ടുണ്ട്. ട്രെയിൻ ഇതാ പോക്കാണ്. അവൻ ഏത് പോക്കിലായിരുന്നതെന്നും അറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ വണ്ടി അങ്ങ് എടുക്കണം. ഒരു റേഞ്ചർ റോവർ വന്നിട്ടുണ്ട്, ഒരു റെഡ് കളറ് റേഞ്ചർ റോവർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ വണ്ടി നമുക്ക് എടുക്കണം. അപ്പോൾ ട്രെയിൻ ഇതാ പോയിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നിങ്ങൾക്ക് വേറെ പറയാൻ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിരുന്നായിരുന്നു. 2 വണ്ടിയായിരുന്നു. മറ്റേ വണ്ടിക്കൊന്നും പറ്റിയില്ല. ഈ വണ്ടിക്കാണ് നല്ലൊരു പരിക്ക് പറ്റി കത്തി കേട്ടോ. പോലീസെല്ലാം വരുന്നുണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ കുറേ ആളുണ്ടായിരുന്നു, അവരെല്ലാം പോയി. അപ്പോൾ ഈ വണ്ടി അങ്ങന്ന് വരുന്നുണ്ടായിരുന്നു, മറ്റൊരു കാർ അങ്ങന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂട്ടി ഇടിച്ച് 2 തീരും. പോലീസ് വരുന്നുണ്ട്. എന്നാൽ നേരെ അങ്ങ് ഞാൻ പോയിട്ട് പോലീസെല്ലാം വരുന്നുണ്ട്, വീട്ടിൽ പോട്ട്. അപ്പോൾ ഇവൻ്റെ വണ്ടിയിൽ ഇവിടെ വീട്ടിൽ വെച്ചിട്ടുള്ളത്, അവൻ്റെ വണ്ടിയുടെ വെച്ചിട്ടുള്ളത്. നേരെ രാത്രി ആയിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് പോകണം. അപ്പോൾ രാവിലത്തെ ഇടത്തിന് എത്തിയിട്ടുണ്ട്. രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് എയർപോർട്ടിൽ പോകണം. ഫസ്റ്റ് നമുക്ക് രാവിലെ തന്നെ എയർപോർട്ടിൽ പോയിട്ട് ആ പാർക്കിംഗ് ലോട്ടില്ലേ അവിടെ പോയിട്ട് നിന്നിട്ട് രാവിലെ ആകുമ്പോൾ ആ വണ്ടി വരുന്ന എന്തോ അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നാളെ നേരെ ഒന്ന് എയർപോർട്ടിലേക്ക് പോകണം. നേരെ വണ്ടി കളിച്ചിട്ടുണ്ട്. അവൻ്റെ വണ്ടി ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. രണ്ടും ഒരു ബൈക്കും ഒരു കാറുമാണ്. അപ്പോൾ നേരെ നമുക്ക് ഇവിടത്തേക്ക് പോവാം, എയർപോർട്ടിലേക്ക്. നേരെ എയർപോർട്ടിലേക്ക് പോകട്ടെ. എയർപോർട്ട് നമ്മൾ അടുത്ത് തന്നെയാണ്ട് നമുക്ക് കുഴപ്പമില്ല. നേരെ എയർപോർട്ടിലേക്ക് പോകട്ടെ. അപ്പോൾ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നേരെ ഇവിടെ ആരും ചെക്കിംഗ് ഒന്നുമില്ല കേട്ടോ. നേരെ നമുക്കിത് ഇവിടെ പാർക്കിംഗ് ലോട്ടിലേക്ക് കയറാം. അവിടെ ഒരു 2ാമത്തെ 3ാമത്തെ അല്ലെങ്കിൽ കുറച്ച് വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവില്ല, നമുക്ക് അവിടെ നിർത്താൻ ഏറ്റവും നല്ല. അപ്പോൾ നമ്മളിത് പാർക്കിംഗ് ലോട്ടിൽ എത്തിയിട്ടുണ്ട്. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യുക, അതാറ്റവും നല്ലത് തോന്നുന്നു എനിക്ക്. വണ്ടി വളക്കട്ടെ, പൊട്ടിക്കുവാൻ അമ്മ വളഞ്ഞ നേരെ പോട്ടെ. ഇങ്ങനെ ഏത് കാറാന്ന് നോക്കണം. അപ്പോൾ നേരെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്താം. ഇവിടെ കുറച്ച് നമ്മളെ പോലത്തെ കാറിലുണ്ട്. ഇടാം ഒരു ഫോർച്യൂണറോ ഒരു വണ്ടി പോലെ ലെൻഡർ. അപ്പോൾ അതുണ്ട്. നേരെ നമുക്ക് ആടെ നിർത്താൻ പോയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് ഹോൾട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇവിടെ കറക്റ്റ് ഒരു സ്ഥലം കിട്ടിയാൽ ഇവിടെ നിർത്താം. ഇവിടെ നിർത്താം. എന്തോ സൗണ്ട് കേട്ട് നമ്മൾ രാവിലെ എണീച്ചത് ഗൈസ്. ഈ നേരെ കാശിതാ അതെന്താ 2 പോലീസ് വണ്ടി ഒരാന്ന സാധനം ഗൈസ്. നേരെ ഒന്ന് കീഞ്ഞ് നോക്കട്ടെ. പോലീസെല്ലാം വന്നിട്ടുണ്ട്. നേരത്തെ ഇന്നലെ അവൻ പറഞ്ഞായിരുന്നു 2 പോലീസെല്ലാം വരുന്നു, പോലീസുകാരെല്ലാം വരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയ ഒന്ന് അങ്ങോട്ട് നടന്നിട്ട് വരാം. എൻ്റെ അമ്മ നോക്കട്ടെ ഇവിടെ ആന്ന് കൈസ്. മറ്റേ സാധനം കൈസ്, മറ്റേ റോക്കറ്റ് ജെറ്റ് അങ്ങനെ എന്തോ പറഞ്ഞ സാധനം കേട്ടോ. എന്നാൽ അത് നോക്കണം അതിന്. ജെറ്റ് പാക്ക് അങ്ങനെ എന്തോ സാധനമല്ലേ ഗൈസ്. അപ്പോൾ ഗൈസ് അതിൻ്റെ പേരറിയാൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. അതെന്ന സാധനം, ഈ സാധനത്തിൻ്റെ പേര് ഒന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഈ വണ്ടീൻ്റെ പേര് ഇതൊരു പറക്കുന്ന സാധനമാണ്. ഇന്ന് എനക്ക് തോന്നുന്നു ജെറ്റ് പാക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോലീസൊന്നും കൂടി വണ്ടിയിൽ ഉറങ്ങലാതെ തോന്നുന്നു. നേരെ വണ്ടി വല്ലൊന്ന് കുത്തി അങ്ങ് തുറന്നെടുക്കുക ഗൈസ്. എൻ്റെ അമ്മ വണ്ടി കിട്ടില്ല കേട്ടോ ഗൈസ്. നേരെ ഇനി വണ്ടി കയറട്ടെ. ഗൈസ് പോലീസിൻ്റെ സൗണ്ട് ആകട്ടെ. ഗൈസ് പോലീസ് വരുന്നുണ്ട്. ഓടിക്കോ. മോനെ സ്പീഡ് കിട്ടോ. അപ്പോൾ ഗൈസ് വണ്ടി ഇപ്പുറം കാട്ടിയിട്ടുണ്ട്. തുള്ളിയത് നമ്മളെ ചെറിയൊരു പാർട്സ് ഇവിടെ തെറിച്ചിട്ടുണ്ട്.
അത് നമ്മൾ നോക്കണ്ട വിട്ടെ. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇനി പോലീസ് അങ്ങനെ പിടിക്കുമോ സംശയമോ ഇല്ല എനിക്ക് ചെറുങ്ങനെ. ചെക്കിങ് ഒന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ. നമ്മളെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് വീട്ടിലെത്തിയിട്ടുണ്ട്. നേരെ ഇത് വണ്ടി ഒന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാശ് ഇത് വണ്ടി ഇത് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ അമ്മ കിട്ടിലും വണ്ടിയാണ് കാശ്. നല്ലൊരു ഓടിക്കാനെല്ലാം കുറച്ച് നല്ല രസമുണ്ട്. അപ്പോൾ കാശ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാശ്. അപ്പോൾ നിങ്ങൾ ഓരോ ലൈക്ക് തരുന്നതിനാണ് നമുക്ക് ഓരോ എന്താ പറയുക നമുക്കൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോക്കാണ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.